അസ്സലാമു അലൈക്കും. ഞാൻ ശ്രീകുഞ്ഞ് പ്രിയക്കോട്ടെ ഇന്ന് വോയിസ് ഇടാൻ കാരണം സുന്നികളെ കുറിച്ച് സുന്നികൾ എന്തെങ്കിലും പരിപാടികളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വന്നിട്ട് വഹാബികളെ ഇന്ന് കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ തല താഴ്ന്നു പോകും. അത്രയും മോശപ്പെട്ട കമന്റുകളാണ്. സുന്നികളൊക്കെ ഇവരെ കണ്ണിലെ ബോധവാരാധികരും കുഫ്രിയത്ത് ചെയ്യുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തൊക്കെയാണ്. ഒരു കമന്റ് ഞാൻ വായിച്ചു കൽപ്പിച്ചിട്ടാ. ഒരു ബഹുദൈവ വിശ്വാസിയുടെ രോമാഞ്ചം. ഇവര് സത്യത്തിൽ മുജാഹിദുകളുടെ 8-10 ഗ്രൂപ്പുണ്ട്. ഈ 8-10 ഗ്രൂപ്പും പരസ്പരം കാഫറാക്കണം. ഇവർ മനസ്സിലാക്കണില്ല. സുന്നികളെ നേരക്ക് തിരിയാണ്. ഇപ്പോ വഹാബികളെ കാര്യപ്പെട്ട നേതാവാണ് നമ്മളെ ബാലുശ്ശേരി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിച്ചിട്ടാ. കേട്ടോക്കി നിങ്ങളതാ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കണ്ട വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്ദ്രന്മാരെ സലാം അടക്കണില്ല. സലാം അടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം അടക്കാറ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കേന്ദ്രകാരൻ പറയാണ് എന്ത്? ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം അടക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്. ഞാൻ കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ. അതോട് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ടിരിക്കുകയാണ്. അത് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. എന്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ചു. നിങ്ങളെ സുന്നികളെ കാഫറാക്കാനും ഇസ്ലാമെന്ന് പുറത്താക്കാനാണ് ഇവരെ കാര്യമായിട്ട് പണി. ഇവരെ സ്വന്തം നേതാവ് പറയാണ് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് മൂപ്പരെ ഇസ്ലാമെന്ന് പുറത്താക്കണം. അബൂജഹലിനേക്കാളും കടുകട്ടിയായ സാധനം എന്നാ പറയുന്നത്. ഇതാണ് അവരെ അവസ്ഥ. ആദ്യം നിങ്ങൾ ചങ്ങന്മാരെ നിങ്ങൾ പരസ്പരം തീരുമാനിക്കും ആരാണ് മുസ്ലിങ്ങളെന്ന്. എന്നിട്ട് സുന്നികളെ നേർക്ക് തലയിൽ കയറാൻ വരും. നിങ്ങളുടെ പരസ്പരം കാഫറും ഇസ്ലാമെന്ന് പുറത്തേക്കാണ്ട് തെറി വിളിച്ച് നടക്കട്ടെ. നിങ്ങളുടെ സുന്നികളെ കാര്യങ്ങൾ കാണുമ്പോഴേക്കും തെറിയായിട്ട് വരികയാണ്. ഒത്തിരി ഉടുപ്പുണ്ട് നിങ്ങൾക്കൊക്കെ.